ഹലോ, ഋതുസ് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരേ ബാറ്റർ വെച്ചിട്ട് നല്ല അടിപൊളി പാലപ്പവും അതുപോലെ വെള്ളയപ്പവും. ഇതിനായിട്ട് നമ്മളൊരു 3 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഒരു 6 മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ പുതിർത്തി വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രി പുതിർത്തി വെച്ചതാണ്. ഇനി നമുക്ക് ഈ പച്ചരി മുഴുവനായിട്ട് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ലേശം ഇടാൻ പാടുള്ളൂ. അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ അരയ്ക്കാനുള്ള അരിയിലേക്ക് ഇനി ഒരു 1.5 കപ്പോളം ചെറുകിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണേ. നമുക്ക് ഞാനിപ്പോൾ ലാസ്റ്റ് ബാച്ച് അരിയാണ് അരിക്കുന്നത്. നമ്മൾ അവസാനത്തേക്ക് തേങ്ങ അരച്ചു കൊടുക്കണ്ടാവും നന്നാവുക. ഇനി നമുക്കിതിലേക്ക് 1.5 കപ്പ് ചോറും കൂടി ഇട്ട് കൊടുക്കണേ. ഇതും കൂടി നമുക്ക് അരച്ചെടുക്കാം. ഇനി ചെറിയ മിക്സിയുടെ ജാറിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാവേ. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ അരച്ച് വെച്ച ബാറ്ററിന് ഒരു അല്പം ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതാ വെള്ളമൊക്കെ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ബാറ്റർ നമുക്ക് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഇത് റെഡിയായി. നമുക്ക് അരച്ച് വെച്ച ബാറ്ററിന് അല്പം എടുത്ത് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കണം. നമ്മളിതാ ഇപ്പോൾ ഈ ബാറ്റർ പകുതിയാക്കി 2 ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ബൗളിലുള്ള ബാറ്ററാണ് നമ്മൾ പാലപ്പത്തിനായിട്ട് യൂസ് ചെയ്യുന്നത്. പാലപ്പം ഉണ്ടാക്കി ഇതിലൊന്നും ആഡ് ചെയ്യണ്ട. ഈ മാവ് ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. ഇനി വെള്ളയപ്പത്തിൻ്റെ ബാറ്ററിലേക്ക് ഒരു 5-6 വെള്ളുള്ളി. വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അല്പം ബാറ്റർ ഒരു ചെറിയ മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ച് അതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി ഇടുന്നുണ്ട്. ഒരു 10-12 ചെറിയ ഉള്ളിയും കൂടി ഇടണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതായപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഇവിടെ നന്നായി അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇനി നമുക്ക് വെള്ളയപ്പത്തിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെള്ളയപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ 2 ബാറ്ററും ഒരു 5-6 മണിക്കൂർ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 5 മണിക്കൂറിന് ശേഷം നമ്മൾ വെള്ളയപ്പത്തിൻ്റെ മാവ് എടുത്തിട്ടുണ്ട്. ഇത് നല്ല കറക്റ്റ് നന്നായി പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതിയാവും. നമ്മളൊരു ഫ്രൈയിങ് പാനിൽ അല്പം ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ബാറ്റർ ലേശം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അധികം ഇങ്ങനെ പരുത്തൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതി കേട്ടോ. ആ ഒരു സൈഡ് ആവണ അനുസരിച്ച് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ വെള്ളയപ്പം ഇവിടെ റെഡിയായി. ഇനി ഇതുപോലെ ബ്രൗൺ കളർ ആവുന്നതാണ് ഈ അപ്പത്തിന്റെ പാകം. ഇനി നമുക്ക് എല്ലാം ഇതുപോലെ ചുട്ടെടുക്കണം. ഇനി ചൂടായ വെള്ളപ്പച്ചട്ടിയിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് വെള്ളപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് റൗണ്ട് സർക്കിൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെക്കാം. ഇപ്പതാ നമ്മളെ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കോരിയെടുക്കാം. അങ്ങനെ സെയിം ബാറ്ററും കൊണ്ട് നമ്മളെ പാലപ്പവും അതുപോലെ വെള്ളയപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനായിട്ട് ഒപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഉലർത്തിയതാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണേ. അപ്പം നാളെ വേറെ റെസിപ്പി ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു വരും. അതുവരെ ബൈ ബൈ.